നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കണ്ടത് അതിഭീകരമായിട്ടുള്ള ഇടിവ. സെൻസെക്സ് 950 പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി 50-ൽ 45-ലധികം കമ്പനീസ് ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള HDFC ബാങ്കും ICICI ബാങ്കും ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് കുറച്ച് IT കമ്പനീസ് ഇന്ന് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു വീക്ക്ലി പെർഫോമൻസാണ്. യൂണിയൻ ബഡ്ജറ്റിന് ശേഷം നിഫ്റ്റി മാർക്കറ്റ് ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് നിന്ന് വൈപ്പൗട്ടായി പോയി. വീക്ക്ലി നേരെ സൂചിപ്പിച്ച പോലെ തന്നെ വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 23 ഫെബ്രുവരിയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത് 25,717 ആയിരുന്നു. കംപ്ലീറ്റ്ലി വൈപ്പൗട്ട് ആയിപ്പോയി. 25,181 ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ഇടിവിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ AI പോലെയുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ബബിളാണ്. അത് കാരണം ഇന്നലെ നാസ്ഡാക്ക് 250 പോയിന്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കണ്ടുവരാം, നാസ്ഡാക്കിലെ ഇന്നലെ ഇടിഞ്ഞ പ്രധാന സ്റ്റോക്കുകൾ NVIDIA ആയിരുന്നു. കൂടാതെ ഇൻഡലും ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. NVIDIA 5.5-ഉം ഇൻഡൽ ഏകദേശം ഒരു 3% ഇടിവുണ്ടായിരുന്നു. എന്നാൽ അസഞ്ചർ 8% ഒരു റാലിയും ഇന്നലെ നാസ്ഡാക്കിൽ കണ്ടിരുന്നു. പക്ഷെ നമുക്കറിയാം ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ ഇന്നലെ നാസ്ഡാക്കിൽ ഇടിഞ്ഞു. നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരാഴ്ച എറ്റേണൽ 8.3%, ടെക്കം 6.5%, എയർടെൽ 5%, ട്രെൻഡ് 5%, വിപ്രോ 4%-യും വീക്ക്ലി അടിസ്ഥാനത്തിലുള്ളൊരു ഇടിവ് നമുക്ക് കണ്ടു. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ കാണാം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലാണ്. ഏഷ്യൻ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ഒരു $5 ഇടിവ് മാത്രം രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ കാണാം ഏകദേശം 1500 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. സിൽവർ കാണാം 3% സ്പൈക്ക് രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വാർത്തകൾ 2-3 ഉണ്ട്. ഒന്ന്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ടെൻഷൻ വർദ്ധിച്ചു എന്നുള്ള ഒരു ന്യൂസാണ്. അതാണ് ഒരു ന്യൂസ്. കൂടാതെ തന്നെ നമ്മളുടെ ഇറാനും US തമ്മിലുള്ള ഈ ഒരു ന്യൂക്ലിയർ ചർച്ചകളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. ഇന്ത്യയുടെ GDP നേരെ നമ്മൾ കണ്ടിരുന്നു, മികച്ച GDP ആണ് 7.7. അതുപോലെ തന്നെ ഇന്ന് US-ൻ്റെ GDP ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ് ഗ്ലോബൽ മാർക്കറ്റിലുള്ളത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്ത് കാരണം ടാറ്റ മോട്ടോഴ്സ് പോസിറ്റീവായിരുന്നു. വിശാൽ മെഗാമാർട്ട് ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിശാൽ മെഗാമാർട്ട് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് നമ്മളുടെ സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ HCL ടെക് IT കമ്പനി മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലും എല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിലും നിഫ്റ്റി 25,200 താഴെ പോയിട്ടുണ്ട്. മേജർ ഫിനാൻഷ്യൽ സ്റ്റോക്കുകളാണ് ഇന്ന് വലിയ തോതിലുള്ളൊരു ഇടിവ് കണ്ടത്. IT-യും വീക്ക്ലി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മന്ത്ലി അടിസ്ഥാനത്തിൽ IT നോക്കുകയാണെങ്കിൽ 20%-ലേറിയ ഇടിവ് രേഖപ്പെടുത്തി മന്ത്ലി അടിസ്ഥാനത്തിൽ IT കമ്പനീസ്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. FIS-ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇന്നലെ നമ്മൾ കണ്ടിരുന്നു FIS ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചധികം സെല്ല് നടത്തി. 3,466 കോടി രൂപയുടെ സെല്ലാണ് ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. പക്ഷേ മന്ത്ലി അടിസ്ഥാനത്തിൽ 895 കോടി രൂപയുടെ ബൈയിങ് ആണ് ഈ ഒരു ഫെബ്രുവരി മാസം FIS നടത്തിയത്. ഫെബ്രുവരി മാസം DISൻ്റെ ഭാഗത്ത് നിന്ന് 26,130 കോടി രൂപയുടെ ബൈയിങ്ങും FIS 895 കോടി രൂപയുടെ ബൈയിങ്ങും. അപ്പോൾ ഇന്നലെ വരെ FIS-ഉം DIS-ഉം മന്ത്ലി അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സാണ്. എന്നാലോ ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും IT കമ്പനീസിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയൊരു ഇടിവ് ഓരോ ഹൈസിലും മാർക്കറ്റ് താഴെ പോകാണ്. അല്ലെങ്കിൽ FIS പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും, അല്ലെങ്കിൽ DIS പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും. ആ ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരു നില ഇപ്പോൾ ഉള്ളത്. എനിവേ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ വളരെയധികം ജാഗ്രതയോടെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്ത്യയുടെ GDP പോസിറ്റീവാണ്, US-ൻ്റെ GDP വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഇമ്പാക്റ്റുകളായിരിക്കാം ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് കിട്ടാം. ഇതുപോലൊരു ചൊവ്വാഴ്ചയാണ് നമുക്ക് 1,200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വീക്കെൻഡിന് ശേഷമാണ് ട്രംപിൻ്റെ ഭാഗത്തുള്ള താരിഫ് ഉണ്ടായതിന് കൊണ്ട് മാർക്കറ്റും ഗ്യാപ്പ് ഡൗൺ ആയത് 1000 പോയിൻ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്ജ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ ആളുകൾ ഒരു വലിയ ഔട്ട് ഓഫ് ദ മണി ഇപ്പോൾ ഹെഡ്ജ് ചെയ്യാത്ത മടിയുള്ള ആളുകൾക്കൊക്കെ വളരെ ഫാറായിട്ടുള്ള ഔട്ട് ഓഫ് ദ മണിയിലൊരു പൊസിഷനൊക്കെ ബിൽഡ് ചെയ്താൽ പോലും മാർക്കറ്റ് വലിയ രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അവരുടെ ഔട്ട് ഓഫ് ദ മണി അറ്റ് ദ മണി ആയി മാറും. അങ്ങനെയും നമുക്ക് വലിയ പരിക്കുകളിൽ നിന്ന് പരിക്ക് കുറച്ച് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ എനിവേ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.